വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്ക് നമുക്ക് വരാം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ചതിൽ നിന്നും പിന്നെയും ഒരു വ്യത്യസ്തമായ സാധാരണ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രമേയത്തിനോട് ചേർന്ന് വരുന്ന ഒരു കീർത്തനമാണ് ഈ 102-ാം സങ്കീർത്തനവും. അതിൻ്റെ തലക്കെട്ടിൽ തന്നെ നമുക്കറിയാം, ഒരു അരിഷ്ടൻ്റെ പ്രാർത്ഥന, എ അഫ്ലിക്റ്റഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. അകപ്പെട്ടുപോയ, വേദനയിലായിപ്പോയ ഒരു മനുഷ്യൻ, അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുമ്പാകെ തൻ്റെ സങ്കടത്തെ പകരുമ്പോൾ അവൻ കഴിച്ചതാണ് ഈ പ്രാർത്ഥന. സ്തോത്രം. ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുമ്പാകെ തൻ്റെ സങ്കടത്തെ പകരുമ്പോൾ കഴിച്ചത്. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ധാരാളം ഡെഫിനിഷൻസ്, നിർവചനങ്ങൾ വേദപുസ്തകത്തിനകത്ത് നമുക്ക് തപ്പിയാൽ കാണാം. സ്വർഗത്തിൻ്റെ താക്കോലെന്നും അങ്ങനെ തുടങ്ങി പലരോരുത്തരും ഓരോ. പക്ഷെ വേദപുസ്തകത്തിനകത്ത് തന്നെ പ്രാർത്ഥനയ്ക്ക് പകരം പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് പകരുക. സ്തോത്രം. നമുക്കത് ഹന്നയുമായി ബന്ധപ്പെട്ടാണ് കാണാൻ കഴിയുന്നത്. ഹന്ന തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. അതിന് ലേവി പറഞ്ഞ വാക്കാണ് പ്രാർത്ഥന. എത്ര പേർക്ക് കേൾക്കാൻ സന്തോഷമുണ്ട്? നിന്റെ ദൈവമായ യഹോവയോട് നീ കഴിച്ച പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? ഹൃദയം ദൈവം മുമ്പാകെ പകരുന്ന അനുഭവം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? കുറെ ആവശ്യങ്ങൾ പറയുന്നതല്ല പ്രാർത്ഥന. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ഇതൊക്കെ ഉണ്ട്. എന്നാൽ അതിലും അപ്പുറമായി പ്രാർത്ഥന എന്തെന്നറിയാമോ? എൻ്റെ ഹൃദയത്തിൻ്റെ വേദന, എൻ്റെ ഹൃദയത്തിലെ പ്രയാസങ്ങൾ, അതിനെ വഹിക്കാൻ കഴിവുള്ള, അതിനെ മാറ്റിത്തരാൻ കഴിവുള്ള യഹോവയുടെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ അതിനെ ഒഴിച്ചു മാറ്റിവെക്കുന്ന ഒരനുഭവമാണ് പ്രാർത്ഥന എന്ന് തിരുവെഴുത്താധികാരികമായി പറയുന്നത്. സ്തോത്രം. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? സാധാരണ ഈ തേൻ ശേഖരിക്കുക, മറ്റ് പ്രകൃതി വിഭവങ്ങൾ ശേഖരിക്കുക ഒക്കെ ഉണ്ട്. ചെറിയ പാത്രത്തിൽ ഇതിനെ ഓരോ ഇടത്തും പോയി ശേഖരിച്ചിട്ട് വന്നിട്ട് അതിനെ വലിയ പാത്രത്തിലോട്ടങ്ങ് പകർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും. ഇനി അടുത്തിടത്തേക്ക് പോവുകയാണ്. എന്തിന്? അടുത്തത് ശേഖരിക്കാൻ. സ്തോത്രം. പിന്നെയും കൊണ്ടുവന്ന് ഇങ്ങോട്ടൊഴിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വഹിക്കാൻ പറ്റുന്ന വലിയ പാത്രമാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ കർത്താവിൻ്റെ സന്നിധി. ഒരിക്കൽ പകർന്നെന്ന് വെച്ച് പ്രശ്നങ്ങളൊന്നും തീരത്തില്ല. അടുത്തയാഴ്ച പിന്നെയും പകരാൻ കാണും. മനസ്സിലാവുന്നുണ്ടോ? ജീവിതാവസാനം വരെ പകർന്നുകൊണ്ടേയിരിക്കണം. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? ഹല്ലേലൂയ. ഇത് പകരാതിരുന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, ആഴമേറിയ ദുഃഖം കടന്നു വന്ന് നമുക്കതിനെ വഹിക്കാൻ പറ്റാത്ത തരത്തിൽ അത് വല്ലാത്ത മാനസിക പ്രയാസത്തിന്, വല്ലാത്ത പ്രതികൂലങ്ങൾക്കും ഇടവന്ന് നമ്മൾ അമ്പേ പരാജയപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ഇതിനെ നിറയുമ്പോഴൊക്കെ എന്ത് ചെയ്തോ? കൊണ്ടുവന്ന് ഇങ്ങോട്ട് പകർന്നോട്ടു. പിന്നെ അടുത്ത് കിട്ടും. ഈ ഭൂമിയല്ലേ, ഓരോ വിഷയങ്ങളല്ലേ. സ്തോത്രം. അത് പിന്നെയും വരും, പിന്നെയും വരണം. സ്തോത്രം. പലർക്കുമൊക്കെ 1-2 പ്രാവശ്യമൊക്കെ പകർന്ന അനുഭവങ്ങളേ ഉള്ളൂ. സ്തോത്രം. അനുഭവമില്ലാത്തവരായിട്ട് ആരും ഇവിടെ ഇല്ല. എത്ര പേർക്ക് സ്തോത്രം പറയാം? ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കൂ. പ്രാർത്ഥനയുടെ ഈ ഒരു അനുഭവം ജീവിതത്തിൽ ദൈവം തന്ന ആ പഴയ നാളുകളൊന്നും ഓർമ്മ വരുന്നില്ലയോ? തിങ്ങി ആർക്കും മാറ്റാൻ കഴിയാത്ത ആ വല്ലാത്ത കഠിനമായ ദുഃഖത്തിൻ്റെതായ പാത്രവുമായി നീ ദൈവമുമ്പാകെ വന്ന് യഹോവയുടെ സന്നിധിയിലിരുന്ന്, ഒരുപക്ഷെ ആലയത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ ഭവനത്തിലായിരിക്കാം, തിരുമുഖത്തേക്ക് നോക്കിയപ്പോ അതിനെ തന്നിലേക്ക് എടുത്തു മാറ്റിക്കൊണ്ട് നിന്നെ സമാധാനപ്പെടുത്തി, ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തിക്കൊണ്ട് പിന്നെയും ഈ ലോകത്തിൽ ഊർജ്ജസ്വലരാ
കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ തക്കവണ്ണ നമ്മെ ബലപ്പെടുത്തിയ, നമ്മിൽ ആശ്വാസം പകർന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ ദൈവമാണ്. ഒന്നിലധികം പ്രാവശ്യം ഇവിടെ ഇരിക്കുന്ന പലരും അത് അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒന്നിലധികം പ്രാവശ്യം പോരാ, എന്നും പ്രാർത്ഥന ആവശ്യമാണ്. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കരേറ്റ? എന്നും അതാവശ്യമാണ്, എന്നും അതാവശ്യമാണ്. ഹല്ലേലൂയ. എന്നും പ്രാർത്ഥിച്ചു എന്ന് വരുത്തുകയല്ല, പ്രാർത്ഥനയിൽ ഈ ഒരു പകരുന്ന അനുഭവം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? പ്രാർത്ഥനയിൽ ഈ ഒരു പകരുന്ന അനുഭവം നമ്മുടെ അകത്തുണ്ടായ ആശ്വാസത്തോടെ ഈ ലോകത്തിൽ നടത്താൻ നമ്മുടെ ദൈവം ശക്തനാ. അരിഷ്ടൻ അവൻ ദൈവമുമ്പാകെ വന്ന് തൻ്റെ സങ്കടം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അങ്ങ് ഒഴുക്കുകയാണ്, പകരുകയാണ്. സ്തോത്രം. ശരി, ഇനിയാണ് നമുക്ക് ആദ്യം കുറേ വാക്കുകളൊക്കെ അവൻ പകർന്നതാണ്, മനസ്സിലായോ? ഇനി ഈ വാക്യം എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ സെൻറ്റി അടിച്ചുകൊണ്ടൊന്നും ഇരിക്കരുത്. നമ്മുടെ കുഴപ്പം അതാണ്. ഈ സങ്കീർത്തനക്കാരൻ ഇതെന്ത് ചെയ്തതാണ്? പകർന്ന് മാറ്റി വെച്ചതാണ്. നമ്മൾ അതിനെ എടുത്തു വെച്ചുകൊണ്ട് അയ്യോ ഞാൻ ഒരു മൂങ്ങ പോലെയാണ്, കുരുകിലും അങ്ങ്. അത് പകർന്നു കഴിഞ്ഞതാണ്. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? അവനങ്ങനെ ആയിരുന്നു, അവനതെന്ത് ചെയ്ത് കഴിഞ്ഞു? പകർന്നു വച്ചു. സ്തോത്രം. പകർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒടുവിൽ അവൻ, ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, നീയോ എൻ്റെ ദൈവമേ അങ്ങോ അനന്യനാകുന്നു. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? ഹല്ലേലൂയ. അങ്ങെന്നും എന്നോട് കൂടെയുള്ള ദൈവമാണ്. കഷ്ടദിവസത്തിൻ്റെ മുഖം മറയ്ക്കരുതേ. എൻ്റെ നാളുകൾ ഒരു പുക പോലെ കഴിയുന്നു, എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു. ഇതൊക്കെ അങ്ങ് ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഈ പറയാൻ പറ്റുമോ അതെല്ലാം എന്ത് ചെയ്തേക്കണം? ഒരിക്കലേ പറയാവൂ. പിന്നെ എപ്പോഴും എപ്പോഴും അതെന്ത് ചെയ്ത് ഇതങ്ങ് പകർന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ. സ്തോത്രം. ഇത് കമഴ്ത്തി വച്ചാലും പോകുന്നില്ലെന്നാണ് തോന്നുന്നത്. സ്തോത്രം. ഈ തണുപ്പ് കൂടിയ രാജ്യങ്ങളിലൊക്കെ ഈ നദികളെല്ലാം തണുപ്പ് കൂടുമ്പോൾ പുറമൊക്കെ ഐസ് കട്ടയായിട്ടങ്ങായിപ്പോകും. വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഐസായിട്ടിങ്ങനെ നിൽക്കും. ഇതുപോലെ ഐസ് പോലെ ആയിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? ഇങ്ങനെ കമഴ്ത്തിയാലും സാധനം പോകത്തില്ല. പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ. ഹല്ലേലൂയ. പകർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടരുത്. ഇനി ഒരു ദൂത് ഞാൻ പറയാം. പകർന്നിട്ടും പിന്നെയും നിന്റെ അകത്തത് ശേഷിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പകർന്നത് ശരിയായില്ല എന്നാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അത് പകരുവാൻ കഴിയുന്നിടത്തോളം ആ പ്രാർത്ഥന തുടരട്ടെ. എത്ര ദൈവമക്കൾക്ക് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട്? 2-3 മിനിറ്റ് കൊണ്ട് തീർക്കുന്നതല്ല, അത് പകർന്നു വയ്ക്കാൻ പറ്റുന്നിടത്തോളം. ഹല്ലേലൂയ. ആ പ്രാർത്ഥന നീണ്ടുപോകട്ടെ. ആ പ്രാർത്ഥനയിലൂടെ ഒരു ദൈവപ്രവൃത്തി എൻ്റെ അകത്ത് വെളിപ്പെടുക. അത് അങ്ങനെ എന്നിൽ നിന്ന് തമ്പുരാന്റെ അടുക്കിലേക്ക് പകർന്ന് മാറ്റി വയ്ക്കുന്ന തരത്തിൽ എത്തുവോളം ആ പ്രാർത്ഥന ഒരു വിടുതലായി മാറുക. ചിലതൊക്കെ ഒരു പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് മാത്രമേ ചിലതിൻ്റെ മേലൊക്കെ സാധിക്കൂ. സ്തോത്രം. അപ്പം അതിനു വേണ്ടി സ്തോത്രം നമുക്കിങ്ങനെ ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുവാൻ. ഇങ്ങനെ താഴോട്ട് വായിക്കുന്നു. സ്തോത്രം. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. ഭക്ഷണം കഴിക്കണ്ട എന്ന് തോന്നുന്നതൊക്കെ നമുക്ക് വരാറുണ്ട്. വേണ്ട, വേദനയും പ്രയാസങ്ങളും വരുമ്പോൾ ഭക്ഷണത്തിനോട് നമുക്കൊരു വിരക്തി തോന്നും. പക്ഷെ ഇപ്പം ഇവിടെ വിരക്തി എന്ന് മാത്രമല്ല, മറന്നു പോകും.
അതിനെക്കുറിച്ച് ഓർമ്മയില്ല. ഭക്ഷണമെന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച്. മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ, തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ. പിന്നെ എന്നോട് ചീറുന്നവർ എൻ്റെ പേര് ചൊല്ലി എന്ത് ചെയ്യുന്നു? ശപിക്കുന്നു. സ്തോത്രം. എൻ്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കണ്ണുനീരും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങനെ ധാരധാരയായി കണ്ണുനീരൊഴുകത്തക്കവണ്ണം ഹൃദയം മുറിവേറ്റിരിക്കുന്നു. ഇതൊക്കെ ആരുടെ അടുക്കലാണ് പകരുന്നത്? സ്തോത്രം. ഇനി മറ്റൊരു ദൂതൂടെ പറയാം. ഈ മനുഷ്യൻ്റെ മുമ്പ് ചെന്ന് ഇതൊന്നും വിളമ്പരുത്, ഒരു പ്രയോജനവുമില്ല. സ്തോത്രം. പിന്നെ ഭക്തന്മാരുടെ മുമ്പിൽ ചെന്ന് നീ പറഞ്ഞാൽ, വാക്ക് ശ്രദ്ധിക്കൂ, ആരുടെ മുമ്പിൽ? ഭക്തന്മാരുടെ, വിശുദ്ധന്മാരുടെ, വിശുദ്ധമതികളുടെ. പ്രൈസല്ലോ. അങ്ങനെ ഉറപ്പുണ്ടെങ്കിലേ പറയാവൂ. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, പ്രാർത്ഥിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവരിലല്ല, വിശുദ്ധി, ഭക്തൻ, ജീവിതത്തിൽ അത് കാത്തു സൂക്ഷിക്കുന്നവരോട് പറയുന്നു. ഒരല്പാശ്വാസമാണ്. എങ്കിലും ദൈവത്തിൻ്റെ അത് ഇറക്കി വയ്ക്കാനും നോക്കത്തില്ല. ഇറക്കി വയ്ക്കാൻ എവിടെ മാത്രമേ പറ്റൂ? പ്രൈസല്ലോ. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ 12ാമത്തെ വാക്യം കൊണ്ട് വരുമ്പോൾ അങ്ങ് കുറേയൊക്കെ ഏകദേശം അങ്ങ് തീർന്നു. പിന്നെ ആരെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി? പിന്നെ ദൈവത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. എന്താണ്? നീയോ യഹോവേ എന്നേക്കും. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? നേരത്തെ പറഞ്ഞു തനിച്ചിരിക്കുകയാണെന്ന്, നേരത്തെ പറഞ്ഞിരിക്കുന്നു എന്നെ ശപിക്കുകയാണെന്ന്, കണ്ണുനീരാണെന്ന്. പക്ഷെ ഇപ്പോൾ പറയുന്നു നീയോ എന്നേക്ക് എന്നോട് കൂടെ ആരുമില്ലെങ്കിൽ എൻ്റെ ദൈവമേ അങ്ങ് എന്നേക്കും എന്നോട് കൂടെ. ഇവിടെ എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? ഹല്ലേലൂയ. വേദനകൾ മാത്രം, പ്രയാസങ്ങൾ മാത്രം, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ മാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവമല്ല. അത് വേണം. അതെല്ലാം ദൈവം ഭാഗം ഇറക്കി വെച്ചിട്ട് ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവം എത്ര വലിയവൻ എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ അധരത്തിൽ നിന്ന് എൻ്റെ വാക്കുകൾ അത് പുറത്തു വരണം. എത്ര പേർക്ക് അത് കേൾക്കാൻ സന്തോഷമുണ്ട്? ഞാൻ പറയണം, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എത്ര വലിയവനാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന സർവശക്തനായ ദൈവത്തിന് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു തരുവാൻ കഴിയുമെന്ന് എൻ്റെ നാവിൽ നിന്നത് പുറപ്പെടണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് പ്രാർത്ഥനയുടെ മേലതൊരു ദൈവപ്രവൃത്തിയായി മാറുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത് പറയുന്നു, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ അതിന് സമയം വന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ താഴോട്ട് ഹല്ലേലൂയ ഓരോന്നോരോന്നായി പറഞ്ഞ കണ്ടോ, കാര്യങ്ങൾക്ക് മാറ്റി ആ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ വാക്കുകളിൽ വന്ന വ്യത്യാസം, മനോഭാവങ്ങൾക്ക് വന്ന വ്യത്യാസം. ഏറ്റവും ഒടുവിൽ നീയും അനന്യനാകുന്നു, അങ്ങയുടെ സംവത്സരങ്ങൾ അവസാനിക്കയില്ല, അങ്ങയുടെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും, അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. കണ്ടോ? ഉറപ്പ് കണ്ടോ? വിശ്വാസ പ്രഖ്യാപനം കണ്ടോ? ഹല്ലേലൂയ. ദൈവമക്കൾ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർ നിർഭയമായി വസിക്കും. ഹല്ലേലൂയ. അവരുടെ സന്തതി ദൈവസന്നിധിയിൽ നിലനിൽക്കും. അത് തകർന്നു പോവുകയില്ല. ഈ ബലം കിട്ടിയത് എവിടെന്നാ? പ്രാർത്ഥനയിൽ. സങ്കടം പകർന്നു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ഒരാരാധന കഴിയുമ്പോൾ, ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് ചെന്നിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ അകത്ത് രൂപപ്പെടുന്നതാണ് ഈ ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശരിയായ തരത്തിൽ ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ ഉന്നതനായ ദൈവം നമുക്ക് കൃപ തന്ന് ബലം തന്ന് നമ്മെ സഹായിക്കട്ടെ.